സത്യം പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന ബ്രസ്റ്റ് സർജറി എന്ന് പറയുന്നത് സർജറി ഫോർ ഗൈനക്കോമാസ്റ്റിയ, അതായത് മെയിൽ ബൂബ്സിനുള്ള ഓപ്പറേഷൻ. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന സർജറീസ്. ഈ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ യങ്സ്റ്റേഴ്സിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഗൈനക്കോമാസ്റ്റിയ. കാരണം ആ ഓപ്പറേഷൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്കൂൾ സമയം കഴിഞ്ഞ് കോളേജിലേക്ക് കടക്കുന്ന ആൺകുട്ടികൾക്ക് റാഗിങ്ങിനെയൊക്കെ പേടിച്ച് അവർക്ക് ഈ ബ്രസ്റ്റ് ടിഷ്യൂ പോലെ ഉണ്ടോ അവർക്ക് ബൾജിങ് ചെസ്റ്റ് ഉണ്ടാവും, നിപ്പിൾസ് ഒക്കെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. അത് ഈ അവരുടെ അഡോൾസൻ്റ് ഏജിൽ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് ആ അഡോൾസൻസ് കഴിഞ്ഞ് ഗ്രാജുവലി അത് ചുരുങ്ങി വരും, ചിലവർക്ക് ചുരുങ്ങി വരികയില്ല. അപ്പോൾ ഇവരെ കോളേജിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള മെയിൽ ബൂബ്സ് ആയിട്ട് ചെല്ലുമ്പോൾ കോളേജിലുള്ള ആൾക്കാരൊക്കെ അവരെ കളിയാക്കും. അതുപോലെ അവർക്ക് സ്പോർട്സ് ജേഴ്സിയൊക്കെ ഇട്ട് അവർക്ക് കളിക്കാനായിട്ട് പോകാൻ പറ്റില്ല, സ്റ്റേജിൽ ഇച്ചിരി ഒരു ചെസ്റ്റ് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നത്. സ്ത്രീകളുടെ സൗന്ദര്യം കൂട്ടുന്ന ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോഴും ബ്രസ്റ്റ് സർജറി പുരുഷന്മാരിലും ചെയ്യും. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് നമ്മൾ പറയുമ്പോൾ മുഖ്യമായിട്ട് 4 ടൈപ്പ് ബ്രസ്റ്റ് സർജറിയാണ് നമുക്ക് പറയാവുന്നത്. ഒന്ന് ഓഗ്മെൻറ്റേഷൻ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഓഗ്മെൻറ്റേഷൻ മാമോപ്ലാസ്റ്റി എന്ന് പറയും. പിന്നെ റിഡക്ഷൻ സർജറീസ്. ഓഗ്മെൻറ്റേഷൻ സർജറി എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് സ്തനത്തിൻ്റെ വലിപ്പം കൂട്ടുന്ന ഓപ്പറേഷൻസ്. റിഡക്ഷൻ മാമോപ്ലാസ്റ്റി അധികം ഒരുപാട് വലുതായിട്ടുള്ള സ്ഥലങ്ങളുടെ വലിപ്പം കുറയ്ക്കുന്ന ഓപ്പറേഷൻ. പിന്നെ മാസ്റ്റോപെക്സി, അതായത് സാഗി ആയിട്ടുള്ള ബ്രസ്റ്റിൻ്റെ സാഗിനെസ് മാറ്റി അത് കുറച്ചും കൂടെ ലിഫ്റ്റ് കൊടുക്കുന്ന ഓപ്പറേഷൻ.